എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ തക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ക്ലീനിങ്ങിന് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഏകദേശം ഒരു 54 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളിപ്പോൾ ടീമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലെ പുതിയ വീട്ടിലെ 5000 മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. അപ്പോൾ ക്ലീനിങ് വിശേഷങ്ങളിലേക്ക് വരും. നമ്മുടെ ടീമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകളാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മെഷീനറികളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഹെർബാലൈഫ് എന്ന് പേരായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരുപാട് രാജ്യങ്ങളിലുള്ള ഒരു ന്യൂട്രീഷൻ ഫുഡാണ്. ഒത്തിരി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിലെ പ്രസിഡൻസ് ടീമിലെ മെമ്പറാണ് നമ്മുടെ കസ്റ്റമർ. 400ഓളം ക്ലബ്ബുകൾ സൗത്ത് ഇന്ത്യയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 3ാമത്തെ നിലയാണ് വീടിൻ്റെ, ടെറസാണ്. ഈ ടെറസിൽ ഇതിൻ്റെ ഓണർ ബിബു സാറ് ചെയ്തിരിക്കുന്ന വലിയൊരു പ്രകൃതിയോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം ഇതിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഈ മരം ഈ വീട് പണിതപ്പോൾ ഈ മരം കട്ട് ചെയ്യാതെ വീടിൻ്റെ സെൻട്രിൽ തന്നെ 3ാമത്തെ നിലയിലേക്ക് വന്നിട്ട് നിൽക്കുന്ന മരമാണിത്, മാവ്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ്, ഇന്നത്തെ വർക്കിൻ്റെ ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഗ്ലാസ് ഫുള്ള് വളരെ അഴുക്ക് പിടിച്ചാണ് കിടക്കുന്നത്. പക്ഷേ അത് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് പോകും. അതാണ് നമ്മുടെ സൂപ്പർവൈസർ. നമ്മളെന്തായാലും പക്ക ട്രാൻസ്പെറൻ്റ് ആക്കും. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ട്. നമുക്ക് 4 വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് സോളാറുണ്ട്. സോളാറ് ഗ്ലാസ് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഒരു തട്ടും കൂടി ഉണ്ട്. അതിപ്പോൾ നമുക്ക് അടിച്ചു വാരിയിട്ടാൽ മതി, അല്ലാതെ വേറെ അവിടെ അഴുക്കൊന്നുമില്ല. മെയിനായിട്ട് നമുക്ക് അതാണ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ടെറസ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ ഇവിടെ ടൈല് ക്ലീൻ ചെയ്യാനുള്ളതും. നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്. ഏക്കറ കണക്കിന് റബ്ബർ നമ്മളെ കേരളത്തിൻ്റെ പാലക്കാട് എടുത്തിട്ട് കന്യാകുമാരി കൊടുത്തതാണ് തക്കല. അപ്പോൾ നമ്മൾ ഏകദേശം മലയുടെ അടുത്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാർച്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഫഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ്. ജർമ്മൻ മെയ്ഡാണ്. 160 ബാർ പ്രഷറുള്ള കാർച്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രഷർ പമ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത്ര ഏരിയ നമുക്ക് എൻ്റെ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഏരിയ പ്രഷർ പമ്പ് അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വൈപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൂഫ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തിരി വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ്. ദേ മുകളിൽ നിന്ന് അവർ കൈയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളെ. അപ്പോൾ നമ്മളിതേ ലാസ്റ്റ് റൗണ്ടായിട്ട് പ്രഷർ പമ്പ് അടിച്ച്, ഹൈ പ്രഷർ പമ്പാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ദേ ആഹാ ഓക്കെ, നമ്മൾ പക്ക അങ്ങനെ ഒരു ഷീറ്റ് അതിൻ്റെ മുകളിലിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്ക് 4 വാട്ടർ ടാങ്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് വാട്ടർ ടാങ്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്.
നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പലരും വിട്ടുപോകുന്നൊരു ഭാഗമാണ്. കാരണം ഇതിൻ്റെ താഴ്ഭാഗത്ത് എപ്പോഴും അഴുക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇത് ഓർഗാനിക്കായിട്ടുള്ള ക്ലീനിങ് ലോഷനൊക്കെ ഉപയോഗിച്ച് ആ ടാങ്കിലൊന്നും ഇറങ്ങാതെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തത് ക്ലീൻ ചെയ്യാനുള്ളത് ഈ റൂഫിൻ്റെ നേരെ താഴെ വരുന്ന തട്ടാണ്. അത് ഫ്ലോറിൽ ടൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ക്ലീനിങ് ലോഷനാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് നമ്മുടെ കഴിയാറായി. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ജാക്കൂസിയാണ്. അത് നല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ടൈപ്പ് ജാക്കൂസിയാണ്. നമ്മൾ ഈവനിങ്ങുകളിലൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇത് അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വന്ന് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് വലിയൊരു പോർഷൻ ഇവർ മാറ്റിയിട്ടിരിക്കുകയാണ്. ജാക്കൂസി ആയാലും പിന്നെ മുകളിലെ തട്ടാണെങ്കിലും അങ്ങനെ നല്ല രസമായിട്ടാണ് ടെറസ് ഭാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളിനി റൂമുകളുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ബെഡ്റൂംസ്, അതുപോലെ ബാത്റൂംസ്. പിന്നെ ആ റൂമിൽ ഓരോ റൂമുകളിലും അവരൊരു കഫ്റ്റേരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹെർബൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഷേക്കും കാര്യങ്ങൾ കഴിക്കാനും മറ്റ് ന്യൂട്രീഷൻ ഫുഡുകൾക്ക് ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ബാത്റൂംസ് ചെയ്യുന്നു. ഒരാൾ രണ്ട് ബെഡ്റൂമുകളിലായിട്ടാണ് വർക്ക് നടക്കുന്നത്. ഇപ്പോൾ 2 ബാത്റൂംസ് 2 പേര് ചെയ്യുന്നു. പിന്നെ ഓരോ ബെഡ്റൂമുകളിലും 2 പേര് വെച്ച് ആണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ഏരിയകളും ഇപ്പോൾ ജനൽ കമ്പികളായാലും അല്ലെങ്കിൽ ജനൽപ്പാളികളായാലും ഓരോ സീലിംഗ് മുതലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യും. ടൈല് ഉള്ള ഏരിയ വരെ നമ്മൾ ഷാമ്പു വാഷ് ചെയ്യും. പിന്നെ ജനൽപ്പാളികളിലൊക്കെ ആണെങ്കിലും നമ്മൾ ഗ്ലാസ് ക്ലീനർ ഇടും. അതുപോലെ തന്നെ ഇപ്പോൾ പൈപ്പുകൾ, സാനിറ്ററി ഐറ്റംസ്, അതൊക്കെ നമ്മൾ അതിൻ്റേതായ ഷൈനിങ് വരുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ജാഗോറിൻ്റെയൊക്കെ തന്നെ ക്ലീനിങ് ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാത്റൂമിലെ ഏകദേശം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സാനിറ്ററി ഐറ്റംസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്ക് അത്തരം ഒരു ഫിനിഷിങ് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൈലുകളാണെങ്കിലും എല്ലാം കഴിഞ്ഞ് നമ്മൾ സാനിറ്റൈസേഷൻ ചെയ്യുകയാണ് എല്ലാ ബാത്റൂംസും. പിന്നെ ബെഡ്റൂം ആണെങ്കിൽ ഇപ്പോൾ ഫൈനൽ നമ്മളെല്ലാ വർക്കും കഴിഞ്ഞ് റാക്കുകളിൽ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാ കബോർഡുകളിലും എല്ലാ സാധനങ്ങളും നമ്മൾ ഇറക്കി അതിൽ 6 സൈഡും തുടച്ച് നമ്മൾ തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഫ്റ്റേരിയയിലാണെങ്കിലും എല്ലാം റാക്കിലെ സാധനങ്ങളെല്ലാം ഒതുക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിലെ ഫൈനൽ സ്റ്റേജാണിത്. ഇതിനൊക്കെ പുറമെ നമ്മളിനിപ്പോൾ അതിൽ എയർ പ്യൂരിഫയർ വെച്ച് നമ്മൾ എയറിൽ നിൽക്കുന്ന പൊടികളെല്ലാം സക്ക് ചെയ്തെടുക്കാനുള്ളൊരു എക്യുപ്മെൻ്റ് കൂടി നമ്മളിതിൽ വെക്കുന്നുണ്ട്. അതുകൂടി നമ്മുടെ ഈ റൂമിലെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. ഇത് നമുക്ക് ചെയ്യാനുള്ള ശരിക്കും ഷാമ്പു വാഷ് ചെയ്യുവാനുള്ള സോഫയാണ്. ഇത്
കുട്ടികളൊക്കെ യൂസ് ചെയ്ത് ഒത്തിരി മഷിയും അതുപോലെ തന്നെ സ്റ്റെയിനുകളൊക്കെ ഉള്ള ഒരു സോഫയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ കൊമേഴ്സ്യൽ വാക്യൂം ക്ലീനർ വെച്ച് നമ്മളതിലെ പൊടിയെല്ലാം വലിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഹാൻഡ് സ്ക്രബ്ബർ വെച്ച് നമുക്ക് അത് അഴുക്കെല്ലാം കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് ആ മെറ്റീരിയൽ കാണുമ്പോൾ അതിന് ഒരുപാട് ഇങ്ങനെ സ്റ്റെയിനുള്ള പോലെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. കാരണം അത് ഇങ്ങനെ മേഘങ്ങളൊക്കെ പോലെയുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കുള്ളൊരു സോഫയല്ല. ആ തുണിയുടെ ആ ഒരു ഡിസൈൻ തന്നെ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് ഈ അഴുക്കായിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച്. അപ്പോൾ എല്ലാം നമ്മൾ സക്ക് ചെയ്തെടുക്കുകയാണ്. ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും നോക്കിയാൽ അറിയാൻ പറ്റാത്തതോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതിൽ കണ്ടത് ഇതിൽ നമ്മൾ ചെറിയ ഇങ്ങനെ പാടുകൾ പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും അതാണ് ആ മെറ്റീരിയൽ, അതാണ് അതിൻ്റെ ക്ലോത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മൾ റാക്കുകളും മറ്റ് കബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് അടുത്ത റൂമാണ് കേട്ടോ. AC ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ AC ഫിൽറ്റർ കുറച്ചായും തോന്നുന്നു ക്ലീൻ ചെയ്തിട്ട്. അതും നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഫിൽറ്റർ കണ്ടാൽ അറിയാം. നോർമലി AC ഉണ്ടാകുന്ന ആ കൂളിങ്ങും ആ ഫ്രഷ്നെസ്സും ശരിക്കും ഫിൽറ്റർ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ റൂമും നമ്മുടെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എയർ പ്യൂരിഫയർ വെക്കേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്ത് ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സ് എല്ലാം നമ്മൾ വാഷിങ്ങിന് കൊടുത്തു. ബാത്റൂമാണെങ്കിലും നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റായി, എല്ലാം വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ബെഡ്റൂമിൻ്റെ പുറമേ ഉള്ള ഭാഗമാണ്. വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. രസമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ ഹെർബൽ ലൈഫിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു എക്കോറിയം, അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊരു ബക്കറ്റിൽ പിടിച്ചിട്ടിട്ട് എക്കോറിയം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. അതിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു എക്കോറിയം തന്നെയാണ്. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ പൂക്കളൊക്കെ വെച്ച് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലീനിങ് കഴിഞ്ഞ് നമ്മൾ എക്കോറിയം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള സീനാണത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഹെർബൽ ലൈഫിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്.
നമ്മൾ നേരെ കിച്ചൺ ഒരു വിഭാഗം ആൾക്കാർ കിച്ചൺ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മൾ 3 പേര് കിച്ചണിലുണ്ട്. ഓരോ കബോർഡുകളും നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൽ ഓരോ സാധനങ്ങളും തിരിച്ച് എടുത്ത് ക്ലീനാക്കി തിരിച്ച് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പൂജാമുറിയാണ്. ഇതിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കാരണം നമ്മൾ ഹെർബലൈഫിൻ്റെ ഓണർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ CEO എന്ന് പറയുന്ന മാക്കൂസാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന സ്റ്റാച്ചു. പിന്നെ അദ്ദേഹം വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളും കൂടെയുണ്ട്. വളരെ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും നമ്മൾ അതിൻ്റെ ഭാഗങ്ങളും ഓരോന്നായിട്ട് അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ലിവിങ് റൂമിനോട് ചേർന്നിട്ടുള്ള ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണുമാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ കബോർഡുകളും ഓപ്പൺ ചെയ്ത് അതിൻ്റെ 6 സൈഡുകളും തുടച്ച് ക്ലീനാക്കി അതിൽ ഇരിക്കുന്ന ഓരോ ഐറ്റംസ് തിരിച്ചു വയ്ക്കുകയാണ്. ഇതാണ് ഫൈനൽ വർക്ക് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ. ഇത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ അവിടുന്ന് പൊസിഷൻ മാറ്റി അതിൻ്റെ പുറകിലുള്ള അഴുക്കും പൊടിയെല്ലാം നമ്മൾ മാറ്റുന്നതാണ്. പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ ഒരു സോഫയുണ്ട്. അതും ഇതുപോലെ ഒത്തിരി അഴുക്കായിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാണ്, ഷാമ്പു വാഷ് ചെയ്യാണ്. വർക്ക് കഴിഞ്ഞ് കിടക്കുന്ന സോഫാസുകളാണ്. ഇതിൻ്റെ ലോഗോ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ഹെർബലൈഫിൻ്റെ ലോഗോ ആണ് ആ സീലിങ്ങിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര രസകരമായിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ സോഫാസ് എല്ലാം നമ്മൾ ചിഹ്നം ഭിന്നമാക്കി അല്ലെങ്കിൽ തിരിച്ചും മറച്ചും ചെരിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും അങ്ങനെയുള്ള ഭാഗങ്ങൾക്കാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആയാലും അലമാരകളായാലും അല്ലെങ്കിൽ സോഫാസ്, കട്ടിൽ, ഇതിൻ്റെ എല്ലാം പുറകിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു മെയ്ഡിന് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ സ്വയം ചെയ്യാൻ പറ്റാത്ത വർക്കുകൾക്കാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ കാർപ്പറ്റ് വാക്യൂംസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊപ്പം തന്നെ നമുക്ക് മൊബൈൽ കാർ വാഷിംഗ് ഉണ്ട്. വീടുകളിൽ വന്ന് കാർ വാഷ് ചെയ്യുന്ന ഒരു യൂണിറ്റും കൂടി നമുക്കുണ്ട്. ഇതാണ് ഫൈനൽ വീടിൻ്റെ ഒരു ഹോം ടൂർ, ഫൈനൽ വർക്ക് കഴിഞ്ഞതിൻ്റെ. നമ്മുടെ തക്കരയിലത്തെ വർക്ക് കഴിഞ്ഞു. 2 ദിവസമായിരുന്നു വർക്ക്. അല്പം ലേറ്റായി, 11 മണിയായി. ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മുടെ സാറിനോട് ചോദിക്കുക എന്താണ് നമ്മുടെ അഭിപ്രായം വർക്ക് കഴിഞ്ഞതിൻ്റെ? 2 days ആയിട്ട് നല്ല വർക്കായിരുന്നു. നല്ല വീട് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട്
അല്ല നമ്മൾ ആദ്യ ദിവസം നമ്മളിവിടെ ഒരു 6 മന്തിന് മുമ്പ് നമുക്ക് പുതിയ വീട് എങ്ങനെ ഉണ്ടായിരുന്നോ അതിനേക്കാളും സൂപ്പർ ആയിരിക്കും ഇപ്പം. താങ്ക് യു. നമ്മളിപ്പോ ഈ വീട്ടില് ചെയ്തിരിക്കുന്നത് മുകളിൽ തൊട്ട് പറയുകയാണെങ്കിൽ റൂഫ് ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്തു, സോഫാസ് എല്ലാം ഷാമ്പു വാഷ് ചെയ്തു, അങ്ങനെ എല്ലാ മേഖലയും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എന്താ പറയുക, കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഗണത്തിലേക്ക് ഒരു സാറ്റിസ്ഫൈഡ് ഒരു കസ്റ്റമറും കൂടി 100% സാറ്റിസ്ഫൈഡ് ഉള്ള കസ്റ്റമറും കൂടി ചേരുകയാണ്. ഓക്കെ, താങ്ക് യു.